ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയുടെ വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കോൺഗ്രസ് BJP അംഗങ്ങൾ വികസന സെമിനാറിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. വികസന സെമിനാറിൽ പേരുപോലും ഉൾപ്പെടുത്താതെ പ്രതിപക്ഷത്തെ അവഹേളിക്കുകയാണ് ഭരണസമിതിയെന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൊർണൂർ നഗരസഭയിൽ തികച്ചും പക്ഷപാതപരമായിട്ടാണ് നഗരസഭാ ഭരണസമിതി BJP കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് കാണിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJPയുടെ കൗൺസിലർമാർ ഇന്ന് ഷൊർണൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ പങ്കെടുക്കാതിരുന്നത്. ഇന്ന് അവിടെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ 100% കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ മാത്രം ഈ നഗരസഭ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം തൻ്റെ പദ്ധതികളാക്കി തങ്ങളുടെ വലിയ മേൽക്കോയ്മ കാണിച്ചുകൊണ്ടാണ് ഷൊർണൂർ നഗരസഭാ ചെയർമാനും ഭരണസമിതിയും മുന്നോട്ട് പോകുന്നത്. ഇന്നവിടെ പറയുന്ന എല്ലാം ഏറ്റവും എല്ലാ പ്രസംഗത്തിലും നഗരസഭാ ചെയർമാൻ പറയുന്ന നഗരസഭയിലെ 3 വെൽനസ് സെൻ്ററുകൾ, ആ വെൽനസ് സെൻ്റർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് എന്നത് നഗരസഭയിലെ ഭരണസമിതി മറന്നു പോകണ്ട. 4 വർഷമായി നടക്കുന്ന വികസന സെമിനാർ വെറും പ്രഹസനമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. 5ാമത്തെ വർഷത്തേക്കുള്ള വികസന പദ്ധതികൾക്കുള്ള വികസന രേഖ തയ്യാറാക്കുമ്പോൾ ആ വികസന രേഖയും യാതൊരുവിധ സംശയവുമില്ല അത് പ്രകടനമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ നഗരസഭ വികസന സെമിനാർ ഇന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കാനുണ്ടായ സാഹചര്യം. കഴിഞ്ഞ കാലങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഫണ്ടുകൾ വന്നിട്ടും ആ ഫണ്ടുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെയും ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വികസന രംഗത്ത് യാതൊരുവിധ കാഴ്ചപ്പാടുകളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയും അതോടൊപ്പം തന്നെ വരുന്ന ഫണ്ടുകൾ വകമാറ്റിയും അതുപോലെ തന്നെ വിവേചനം കാണിച്ചും മറ്റുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. കഴിഞ്ഞ ദിവസം 4.5 കോടി രൂപ ഇവിടുത്തെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി വന്നപ്പോൾ ആ 4.5 കോടി രൂപ വകമാറ്റിക്കൊണ്ടും അതുപോലെ തന്നെ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപ്രധാനമായ റോഡുകൾക്ക് വെച്ചുകൊണ്ടും നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം കൌൺസിൽ കാണുകയുണ്ടായത്. അപ്പോൾ ഇത്തരം വിവേചനപരമായ നടപടികളുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വികസനത്തിൽ അസൂയ പൂണ്ടവരും വികസന വിരോധികളുമാണ് വിട്ടുനിൽക്കുന്നതെന്ന് ചെയർമാനും പറഞ്ഞു. നമുക്ക് ഈ 4 കൊല്ലം കൊണ്ട് പ്ലാൻ ഫണ്ട് മാത്രം 66 കോടി രൂപ ചെലവഴിക്കാൻ സാധിച്ചു. ഇതിന് പുറമെയാണ്, പ്ലാൻ ഫണ്ടിന് പുറമെയാണ് നമ്മൾ ഇവിടെ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ 3 ആരംഭിച്ചത്. ഇതിന് പുറമെയാണ് ഭാരതപ്പുഴ റിജുവിനേഷൻ ബ്യൂട്ടിഫിക്കേഷൻ നമ്മൾ ഏറ്റെടുത്തത്. ഇതിന് പുറമെയാണ് വാട്ടർ ബോഡി സംരക്ഷണം. സഞ്ചരിപ്പിക്കുന്ന വികസന നേട്ടങ്ങളാണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഈ കഴിഞ്ഞ 4 വർഷത്തിനകത്ത് രൂപം കൊടുക്കാൻ സാധിച്ചത്. ചിലപ്പോൾ അത് ഇത്തരമൊരു വികസനത്തിൽ അസൂയ പൂണ്ടിട്ടുള്ള അല്ലെങ്കിൽ വികസന വിരോധികളായിട്ടുള്ള ചിലർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ആക്ഷേപങ്ങൾ തീരെ വരാതിരിക്കണം എന്നൊന്നുമില്ല. ആക്ഷേപങ്ങൾ ഉണ്ടാവും. അത് ഏതെങ്കിലും നിലയിലുണ്ടെങ്കിൽ പരിഹരിച്ചു പോകാനും നഗരസഭ തയ്യാറാണ്. ഇത് തികച്ചും ജനങ്ങളുടെ ഒരു നഗരസഭയാണ് എന്നതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള പരാതികളുണ്ട്. ആ പരാതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് പരമാവധി ജനങ്ങളെ സഹായിക്കുക, അവർക്ക് നഗരസഭയുടെ എല്ലാ വിധത്തിലുമുള്ള കൈത്താങ് എത്തിക്കുക എന്ന് തന്നെയാണ് ഷൊർണൂർ നഗരസഭ ഈ കാലയളവ് വരെ ചെയ്തിട്ടുള്ളത്. തുടർന്നും ഈ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.